അമാനുഷിക ശക്തിയുടെ വടി. +2 ക്ലാസ് റൂമിലെ തിരക്കിനിടയിൽ സ്വപ്നം കാണുന്ന ഒരു സാധാരണ വിദ്യാർത്ഥിയായിരുന്നു രോഹൻ. ആകാശത്തു നിന്നിറങ്ങി വന്ന ഒരു മാലാഖയെപ്പോലെ മീര അവരുടെ ക്ലാസ്സിലേക്ക് കടന്നുവന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ രോഹന്റെ ഹൃദയം അവൾക്കായി തുടിച്ചു. എന്നാൽ ആ സൗന്ദര്യത്തിൽ കണ്ണെറിഞ്ഞ മറ്റൊരാൾ കൂടിയുണ്ടായിരുന്നു, ക്ലാസ്സിലെ ഭീകരനായ ജോൺ. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞു വരുമ്പോൾ ജോൺ രോഹനെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി. "അവൾ എന്റെ പെണ്ണാണ് രോഹൻ. അവളിൽ നിന്ന് അകന്നു നിന്നോ, അല്ലെങ്കിൽ നീ വിവരമറിയും." ജോണിന്റെ കണ്ണുകളിൽ തീ പാറുന്നുണ്ടായിരുന്നു. ഭയന്നുപോയ രോഹൻ മീരയിൽ നിന്ന് അകലം പാലിക്കാൻ തുടങ്ങി. രോഹന്റെ മാറ്റം മീരയെ വേദനിപ്പിച്ചു. അവൾ അവനോട് കാര്യം തിരക്കി. ജോണിന്റെ ഭീഷണിയെക്കുറിച്ച് രോഹൻ തുറന്നു പറഞ്ഞു. മീരയുടെ മുഖത്ത് ഒരു നേരിയ ചിരി വിരിഞ്ഞു. "രോഹൻ, എന്റെ മനസ്സിൽ നിന്നോട് മാത്രമാണിഷ്ടം. ജോണിനെ പേടിച്ച് നീ ഒളിക്കരുത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു." അവളുടെ വാക്കുകൾ അവന് ലോകം കീഴടക്കിയ സന്തോഷം നൽകി. എന്നാൽ ഈ മനോഹര നിമിഷങ്ങൾക്കെല്ലാം സാക്ഷിയായി ജോൺ ഒളിഞ്ഞുനിൽപ്പുണ്ടായിരുന്നു. പ്രതികാരത്തിന്റെ കനൽ അവന്റെ മനസ്സിൽ ആളിക്കത്തി. അന്ന് രാത്രി വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ മുഖംമൂടി ധരിച്ചെത്തിയ ജോൺ രോഹനെ മൃഗീയമായി ആക്രമിച്ച് മരിച്ചെന്ന് കരുതി അടുത്തുള്ള വനത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ചോരയിൽ കുളിച്ച് ബോധം മറിഞ്ഞുകിടന്ന രോഹന്റെ കൈയിലേക്ക് ഒരു പഴയ മരവടി വന്നു വീണു. ഒരു മിന്നൽപ്പിണർ പോലെ എന്തോ ഒന്ന് രോഹന്റെ ശരീരത്തിലൂടെ കടന്നുപോയി. അവന്റെ ഒടിഞ്ഞ എല്ലുകൾ നിമിഷനേരം കൊണ്ട് നേരെയായി, മുറിവുകൾ മാഞ്ഞുപോയി. രോഹൻ ഞെട്ടലോടെ എഴുന്നേറ്റു. ഒരു പോറൽ പോലുമില്ല. വീട്ടിലെത്തിയ രോഹൻ വിശന്നു വലഞ്ഞപ്പോൾ തമാശയ്ക്ക് നല്ല ഭക്ഷണം കിട്ടിയിരുന്നെങ്കിലെന്നാഗ്രഹിച്ചു. അത്ഭുതം! കൈയിലിരുന്ന വടിയിൽ നിന്ന് ഒരു പ്രകാശം പരന്നു. അവന്റെ മുന്നിൽ ഇഷ്ടഭക്ഷണങ്ങളെല്ലാം പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ വടിയിൽ നിന്ന് അതിശക്തമായ പ്രകാശത്തോടെ ഒരു ജിന്ന് രൂപമെടുത്തു. "അല്ലയോ യജമാനാ, ഞാൻ ഈ വടിയിൽ ബന്ധിക്കപ്പെട്ട ഒരു ജിന്നാണ്." ജിന്ന് തന്റെ ശാപത്തെക്കുറിച്ച് പറഞ്ഞു. രോഹന്റെ മനസ്സ് നിറഞ്ഞു. "എങ്കിൽ എന്റെ ആദ്യത്തെ ആഗ്രഹം നിന്റെ ശാപമോക്ഷമാണ്. നീ സ്വതന്ത്രനാകണം." ആ നന്മ കണ്ട ജിന്ന് സന്തോഷത്തോടെ പറഞ്ഞു. "ഇനിമുതൽ ഞാൻ നിന്റെ അടിമയല്ല, സുഹൃത്താണ് രോഹൻ. നിനക്കെന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം." അടുത്ത ദിവസം സ്കൂളിൽ വച്ച് ജോൺ വീണ്ടും രോഹനെ ആക്രമിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇത്തവണ രോഹൻ ഭയന്നില്ല. അവന്റെ ശരീരത്തിലേക്ക് ജിന്നിന്റെ ശക്തി കടന്നു. അമാനുഷിക വേഗതയോടെ മിന്നൽപ്പിണർ പോലെ രോഹൻ ജോണിന്റെ ആക്രമണത്തെ തടഞ്ഞു. ഒരൊറ്റ അടിയിൽ ജോൺ തെറിച്ചു വീണു. അതോടെ ജോണിന്റെ അഹങ്കാരം തകർന്നു. ഒരു ദിവസം ദുർമന്ത്രവാദിയായ ഡ്യൂൺ രോഹന്റെ വീട്ടിൽ പ്രത്യക്ഷപ്പെട്ടു. "എന്റെ വടി, അതെന്റേതാണ്. അത് തിരികെ താ." ഡ്യൂൺ അലറി. ഭയന്നുപോയ രോഹൻ കൈയിലെ വടി മുറുകെ പിടിച്ച് തന്റെ സുഹൃത്തിനെ മനസ്സിൽ വിളിച്ചു. "എനിക്ക് നിന്റെ സഹായം വേണം." രോഹന്റെ വിളികേട്ട് ജിന്ന് പ്രത്യക്ഷപ്പെട്ടു.